നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വെനസ്വേലയ്ക്കെതിരായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക നടപടി അന്താരാഷ്ട്ര നിയമം ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ പ്രധാനമന്ത്രി KS സ്റ്റാമർ വിസമ്മതിച്ചു. ശനിയാഴ്ച BBCയുടെ സൺഡേ വിത്ത് ലോറ ക്വീൻസ്ബർഗ് പ്രോഗ്രാമിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ മൌനം. അതേസമയം എല്ലാ വസ്തുതകളും സ്ഥാപിക്കുവാൻ കാത്തിരിക്കുകയാണെന്നും എന്നാൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ ആജീവനാന്ത അന്താരാഷ്ട്ര നിയമത്തിന്റെ വക്താവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെനസ്വേലയിൽ ശനിയാഴ്ച നടന്ന വലിയ തോതിലുള്ള US ആക്രമണങ്ങളിൽ UK ഉൾപ്പെട്ടിട്ടില്ലെന്നും പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടുന്നതിൽ കലാശിച്ച ഓപ്പറേഷനെക്കുറിച്ച് ട്രംപുമായി സംസാരിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വെനസ്വേലയിലെ ഏകദേശം 500 ബ്രിട്ടീഷ് പൌരന്മാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഉചിതമായ ഉപദേശം നൽകുന്നതിനുമായി സർക്കാർ കാരക്കാസിലെ UK എംബസിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും വെനസ്വേലയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്നും വിദേശകാര്യ ഓഫീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സിറിയയിലെ IS ആയുധശേഖരം ലക്ഷ്യമിട്ട് UK ഫ്രഞ്ച് സംയുക്ത വ്യോമാക്രമണം. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന ഒരു ഭൂഗർഭ ആയുധശേഖരത്തിലാണ് സംയുക്ത ആക്രമണം നടത്തിയത്. റോയൽ എയർഫോഴ്സ് ടൈഫൂൺ ജെറ്റുകൾ ഫ്രഞ്ച് വിമാനങ്ങളുമായി ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്റലിജൻസ് വഴി തിരിച്ചറിഞ്ഞ ഈ കേന്ദ്രത്തിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിരുന്നതായി കരുതപ്പെടുന്നുവെന്നും മധ്യ സിറിയയിലെ ഒരു പുരാതന സ്ഥലമായ പാൽമിറയുടെ വടക്കുഭാഗത്തുള്ള പർവ്വത നിരകളിലാണിതെന്നും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ശനിയാഴ്ച വൈകിയുള്ള ആക്രമണത്തിൽ സാധാരണക്കാർക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ലെന്നും എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നും പ്രതിരോധ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുൻ ലേബർ MPയും പ്രതിരോധ മന്ത്രിയുമായ പാട്രിക് ഡഫി അന്തരിച്ചു. 105 വയസ്സായിരുന്നു. 1950-ലാണ് ഡഫി ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിച്ചത്. 1963-ൽ കോൾവാലി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം ആദ്യമായി MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 1970 മുതൽ 92 വരെ ഷഫീൽഡ് ആർട്ട് ക്ലഫിൽ MP ആയി സേവനമനുഷ്ഠിച്ചു. 1970കളുടെ അവസാനത്തിൽ ജെയിംസ് കാൽവിന്റെ ലേബർ സർക്കാരിനു വേണ്ടി റോയൽ നേവിയുടെ പാർലമെന്റ് അണ്ടർ സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എലിസബത്ത് രാജ്ഞി ഡഫിയെ നൈറ്റ് പദവി നൽകി ആദരിച്ചു. ജോൺ പോൾ II മാർപ്പാപ്പയിൽ നിന്ന് ഒരു പേപ്പൽ നൈറ്റ്ഹുഡ് അദ്ദേഹം നേടിയിട്ടുമുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഓർക്കനി ദ്വീപുകളിൽ ഒരു വിമാനാപകടത്തിൽ നിന്ന് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. യോർക്ക്ഷയറിലെ വിദ്യാൻസിയ തീരത്തിന് സമീപം കടലിൽ അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മൂന്നാമത്തെ ആൾക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് കടലിൽ ചിലർ അപകടത്തിൽപ്പെട്ടതായി അടിയന്തര സേവനങ്ങൾക്ക് റിപ്പോർട്ട് ലഭിക്കുന്നത്. തുടർന്ന് റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. ഒരു സ്ത്രീയെ രക്ഷിക്കുവാനായി ഇറങ്ങിയ 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്. സ്ത്രീയെ ഇതുവരെയും കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടില്ല. ബ്രെഡ്ലിംഗ്ടൺ, ഹാൺട്ലി, ഇൻഷോർ എന്നിവിടങ്ങളിൽ നിന്നുള്ള റെസ്ക്യൂ ഹെലികോപ്റ്റർ, എയർ ആംബുലൻസ്, LI ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ ഇന്നും ആരംഭിക്കും. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5ാം ആഷസ് ടെസ്റ്റ് മഴയും മങ്ങിയ വെളിച്ചവും മൂലം തടസ്സപ്പെട്ടു. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45 ഓവർ പൂർത്തിയായപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസാണ് എടുത്തിട്ടുള്ളത്. 72 റൺസുമായി ജോ റൂട്ടും 78 റൺസുമായി ഹാരി ബ്രൂക്കുമാണ് നിലവിൽ ക്രീസിലുള്ളത്. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ സാക് റോളി, ബെൻ ഡക്കറ്റ്, ജേക്കബ് ബത്തേൽ എന്നിവരുടെ വിക്കറ്റുകളാണ് ടീമിന് നഷ്ടമായത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പേസർ മിച്ചൽ സ്റ്റാർക്ക്, മൈക്കൽ നെസർ, സ്കോട്ട് ബോലൻഡ് എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് ഭേദപ്പെട്ട തുടക്കമാണ് ഓപ്പണർമാർ നൽകിയത്. ആദ്യ വിക്കറ്റിൽ 35 റൺസ് കൂട്ടുകെട്ട് എടുക്കുവാൻ ടീമിന് സാധിച്ചു. ഒരു മാറ്റവുമായാണ് ഇംഗ്ലണ്ട് ഇത്തവണ കളത്തിലിറങ്ങിയിരിക്കുന്നത്. പേസർ ഗസ് അറ്റ്കിൻസിന് പകരം മാത്യു പോട്ട്സിനെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പിന്നർ ഷോയിബ് ബഷീറിന് പ്ലേയിംഗ് 11-ൽ അവസരം ഇതോടെ നഷ്ടപ്പെട്ടു. അതേസമയം പാറ്റ് കമ്മിൻസിന്റെ അഭാവത്തിൽ സ്റ്റീവ് സ്മിത്താണ് ഓസീസിനെ നയിക്കുന്നത്. ഒരു മാറ്റവുമാണ് ഓസീസ് ടീമിലുള്ളത്. ജയ് റിച്ചാർഡ്സിന് പകരം വ്യൂ വെബ്സ്റ്റർ കളിക്കും. അദ്വൈത ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ കലാ സംഗീതോത്സവം രാഗം സീസൺ 3 മാർച്ച് 1 നടക്കും. ബ്രിസ്റ്റളിൽ 3 മണി മുതൽ 7 മണി വരെയാണ് പരിപാടി. 2025-ൽ വായനക്കാരുടെ മനം കവർന്ന മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ബാബു എബ്രഹാം രചിച്ച കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന ആത്മകഥാപരമായ രചനയ്ക്കാണ് അദ്വൈതയുടെ പ്രഥമ അദ്വൈത പുരസ്കാരം. ഈ ചടങ്ങിൽ പുരസ്കാര വിതരണം ചെയ്യും. ബ്രിസ്റ്റളിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗായകനെ G ദേവരാജൻ പുരസ്കാരവും നൽകും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ബുക്ക് ഷെൽഫ് UK ഒരുക്കുന്ന മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും, താമര ഒരുക്കുന്ന ഇന്ത്യൻ വസ്ത്രങ്ങളുടെ പ്രദർശനം
ഭക്ഷണവും ഉണ്ടായിരിക്കും. കേരളത്തിന്റെ തനതായ രുചി കൂട്ടുകെട്ടുകളുമായി ഇംഗ്ലണ്ടിലെ പ്രമുഖ ഇന്ത്യൻ ഭക്ഷണശാല ഒരുക്കുന്ന കേരള ഫുഡ് കോർട്ടും മേളയുടെ ഭാഗമായി ഉണ്ടാകും. സഹോദരന്റെ മരണവിവരം അറിഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെട്ട UK മലയാളി യാത്രാമധ്യേ മരണപ്പെട്ടു. ബർമിംഗ്ഹാമിൽ താമസിച്ചിരുന്ന ടോമി PK യാണ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടത്. സഹോദരന്റെ മരണവിവരം അറിഞ്ഞതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ബോംബെ എയർപോർട്ടിൽ വെച്ച് മരണം സംഭവിച്ചത്. മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. ഉടൻ തന്നെ നാനാവധി ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല. കോട്ടയം പനച്ചിക്കാട് സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും UKയിലാണുള്ളത്. പുനർജനി കേസിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത വിജിലൻസ് നടപടിയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആദ്യം അന്വേഷിച്ച് വിജിലൻസ് തന്നെ ഉപേക്ഷിച്ച കേസാണിതെന്നും വാർത്ത തെറ്റാണെന്നും എങ്ങനെ അന്വേഷിച്ചാലും കേസ് നിലനിൽക്കില്ലെന്നും VD സതീശൻ പ്രതികരിച്ചു. കേസിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദേശത്ത് നിന്ന് പണം പിരിച്ചു എന്നത് MV ഗോവിന്ദന്റെ കണ്ടെത്തലാണെന്നും താൻ പേടിച്ചുപോയെന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്കുമെന്നും VD സതീശൻ പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗ് ലോട്ടിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഉണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ച. മതിയായ ഫയർ സുരക്ഷ ഒരുക്കുവാൻ കരാർ കമ്പനിക്കായില്ലെന്നും ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചതും നേരം വൈകിയാണെന്നും വിലയിരുത്തൽ. റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ലോട്ടിലെ തീപിടുത്തത്തിൽ 500ഓളം വാഹനങ്ങൾ കത്തിനശിച്ചതായാണ് അനൌദ്യോഗിക കണക്കുകൾ. ആഡംബര ബൈക്കുകളടക്കം 600ഓളം വാഹനങ്ങളാണ് പാർക്കിംഗ് ലോട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. മൂവാറ്റുപുഴ കടാതിയിലുള്ള സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളിയിൽ ആചാരവെടിക്കിടെ അപകടം. കതിന നിറയ്ക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിച്ചത്. ഒരാൾ മരണപ്പെട്ടു. കടാതി സ്വദേശിയായ രവിയാണ് മരണപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ സഹായി ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയെ ആക്രമിച്ച് പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും കടത്തിയ അമേരിക്കയുടെ നടപടിയെ അപലപിച്ച് CPIM പോളിറ്റ് ബ്യൂറോ. പ്രസിഡന്റ് നിക്കോളസും പ്രഥമ വനിതയും എവിടെയെന്ന് അമേരിക്ക വെളിപ്പെടുത്തണമെന്നും കടന്നാക്രമണത്തിൽ ഇന്ത്യൻ ജനത ശക്തമായ പ്രതിഷേധം ഉയർത്തണമെന്നും CPIM പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.